GCC രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ പദ്ധതിയുടെ നടപടികൾ തുടങ്ങി 2030 ഡിസംബറിൽ യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രവർത്തന പദ്ധതികളെക്കുറിച്ച് പഠിക്കാൻ കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. പാരീസ് ഒളിമ്പിക്സിനുള്ള UAE ടീമിനെ പ്രഖ്യാപിച്ചു ദേശീയ ഒളിമ്പിക്സ് കമ്മിറ്റി. പുരുഷ വനിതാ താരങ്ങൾ ഉൾപ്പെടെ 14 അംഗ അത്ലറ്റിക് ടീമാണ് ഇത്തവണ ഒളിമ്പിക്സിൽ UAE പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീഷ്യൽസ് ഉൾപ്പെടെ 20 പേർ ടീമിനൊപ്പമുണ്ടാകും. ദുബൈയിൽ വേനലവധി പ്രഖ്യാപിച്ചതോടെ തിരക്ക് നിയന്ത്രിക്കാൻ യാത്രികർ അല്ലാത്തവർക്ക് നിയന്ത്രണം പ്രഖ്യാപിച്ച് ദുബൈ വിമാനത്താവള അധികൃതർ. തിരക്കേറിയ സമയങ്ങളിൽ ടെർമിനലിനകത്ത് യാത്രക്കാരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. തിരക്ക് കണക്കിലെടുത്ത് യാത്രയയപ്പുകൾ വീട്ടിൽ വെച്ച് നടത്താനാണ് അധികൃതരുടെ നിർദ്ദേശം. ഹിജ്റ പുതുവത്സര ദിനം പ്രമാണിച്ച് ഇന്ന് ഷാർജയിൽ പാർക്കിംഗ് സൗജന്യം. ഷാർജ മുനിസിപ്പാലിറ്റിയാണ് പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. എല്ലാ ദിവസവും പെയ്ഡ് പാർക്കിംഗ് സംവിധാനമുള്ള ബ്ലൂ പാർക്കിംഗ് സോണുകളിൽ ഈ ഇളവുകൾ ലഭ്യമല്ല. സൗദിയിൽ ടാക്സി പെർമിറ്റ് ഇല്ലാതെ യാത്രക്കാരെ കൊണ്ടുപോയ 1100 ഡ്രൈവർമാർ പിടിയിലായി. രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് സഹകരണത്തോടെ കഴിഞ്ഞ ഒരു മാസം ഗതാഗത അതോറിറ്റി നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേരെ പിടികൂടിയത്. ഒമാനിലേക്ക് അനധികൃതമായി നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി ഒമാൻ പോലീസ്. ഈ വർഷം മെയ് ജൂൺ മാസങ്ങളിൽ ഒമാനിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 58 പേർ പിടിയിലായി. അനധികൃതമായി നുഴഞ്ഞുകയറി ജോലിയിൽ പ്രവേശിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. കുവൈത്തിലെ പാർപ്പിട സമുച്ചയത്തിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഫർവാനിയയിൽ അറബ് രാജ്യക്കാർ താമസിക്കുന്ന 8 നില കെട്ടിടത്തിന്റെ 4ാം നിലയിലായിരുന്നു തീപിടിച്ചത്. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. മുംബൈ അമരാവതി സെൻട്രൽ ജയിലിൽ സ്ഫോടനം. അമരാവതി സെൻട്രൽ ജയിലിലെ 6-7 ബാരക്കുകൾക്ക് പുറത്താണ് സ്ഫോടനം നടന്നത്. ശനിയാഴ്ച 8:30 സംഭവം. എന്നാൽ ആളപായമില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു.